ഹലോ ഡിയേഴ്സ്. അപ്പൊ നമുക്ക് ഓണത്തിന് അല്ലെങ്കിൽ ട്രഡീഷണൽ ആയിട്ട് ഇടാൻ പറ്റുന്ന കുറച്ച് ജ്വല്ലറിയുടെ കളക്ഷൻസ് നോക്കിയാലോ. അപ്പൊ ഞാൻ കുറച്ച് നമ്മുടെ ഇൻസ്റ്റാ സ്റ്റോഴ്സ് നിന്നൊക്കെ മേടിച്ചിട്ടുണ്ട്. എല്ലാം ഒരു സ്റ്റോഴ്സ് എന്നല്ല, പല പല സ്റ്റോഴ്സ് നിന്ന് മേടിച്ചതാണ്. അതുപോലെ തന്നെ ഞാൻ കുറച്ച് ലോക്കൽ സ്റ്റോഴ്സ് നിന്ന് മേടിച്ചിട്ടുണ്ട്. അപ്പൊ നമുക്കത് ഓരോന്നായിട്ടൊന്ന് കണ്ടാലോ. അപ്പൊ നമ്മൾ ആദ്യം നോക്കാൻ പോകുന്നത് ഈ മാലയാണ്. ഇതൊരു ഇൻസ്റ്റാ സ്റ്റോറിൽ നിന്ന് മേടിച്ചതാണ്, അദ്വൈത ബൈ അഞ്ജലി. ഞാൻ ടാഗ് ചെയ്തേക്കാം. നല്ല സൂപ്പർ ക്വാളിറ്റി മാലയാണ്. ഇത് കുറച്ച് റേറ്റ് ഉണ്ട്, 1000 എബോ ആണ് ഈ മാലയും. പിന്നെ അതുപോലെ തന്നെ പെയർ ആയിട്ടുള്ള കമ്മലും വരുന്നുണ്ട്. ഇതാണ് അതിന്റെ കമ്മല്. നല്ല ഭംഗിയാണ് ഇട്ട് കഴിഞ്ഞു കഴിഞ്ഞാൽ. സെറ്റ് സാരിയുടെ കൂടെ ഏറ്റവും കൂടുതൽ ചേർന്ന് പോകുന്ന പാലക്കാമാല എന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. കാരണം അത്രയും ഭംഗി വേറെ ഒരു മാലയ്ക്കും തരാൻ പറ്റുന്നില്ല. പേളിമാണി നിത്താരയുടെ 28-ന് ഇട്ടൊരു മാലയുടെ ഇൻസ്പയർഡ് മാലയായിരുന്നു ഇത്. അപ്പൊ ഞാൻ അദ്വൈത ബൈ അഞ്ജലി എന്നാണ് മേടിച്ചിരിക്കുന്നത്. അവിടെ കണ്ടപ്പോൾ എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു, അങ്ങനെ മേടിച്ചാണ്. നല്ല അടിപൊളി ക്വാളിറ്റിയാണ്. ട്രൈ ചെയ്ത് നോക്കാം. അടുത്തതൊരു ചോക്കർ ടൈപ്പ് മാലയാണ്. കഴുത്തിൽ ഇങ്ങനെ കുറുകെ കിടക്കാൻ ഇഷ്ടമുള്ളവർക്കൊക്കെ നല്ല ഇഷ്ടപ്പെടുന്ന ഒരു ടൈപ്പ് മാലയാണ്. ഇതിന്റെ ഒപ്പം ഒരു ചെറിയ കമ്മലാണ് വരുന്നത്. ഇത് ഞാൻ മേടിച്ചത് ഫ്ലാബൽ ക്രിയേഷൻസ് എന്ന് പറയുന്ന ഇൻസ്റ്റാ പേജിൽ നിന്നാണ്. നല്ല അടിപൊളി ക്വാളിറ്റിയാണ്. ഞാൻ കുറച്ചായി ഇത് മേടിച്ചിട്ട്. അപ്പം ഞാൻ ഒരുപാട് യൂസ് ചെയ്തിട്ടുണ്ട്. നല്ല അടിപൊളി മാലയാണ്. ട്രൈ ചെയ്ത് നോക്കാവുന്നതാണ്. നല്ലൊരു ചെറിയ താമര പോലത്തെ കമ്മലാണ് ഇതിൻ്റെ ഒപ്പം പെയർ ചെയ്ത് വരുന്നത്. 3 ഗോൾഡൻ ബീഡ്സ് ഇതിൻ്റെ താഴെ തൂങ്ങിക്കിടക്കുന്നുണ്ട്. മാലേനെ പോലെ തന്നെയാണ്, ചെറിയൊരു വ്യത്യാസമുള്ളൂ കമ്മലിന്. ആ ഫ്രണ്ടിൽ കൊടുത്തിരിക്കുന്ന ഡിസൈൻ തന്നെയാണ്. പിന്നെ നല്ലൊരു ക്യൂട്ട് മാലയാണ്. ചെറിയ മയിലിൻ്റെ ഷേപ്പൊക്കെ വന്നിട്ടുള്ളൊരു നല്ലൊരു ക്യൂട്ട് മാലയാണ്, ചെറിയൊരു മാല. അപ്പോൾ നമുക്കിത് സെറ്റ് സാരിയുടെ കൂടെയാണെങ്കിലും ലെഹങ്കയുടെ കൂടെയൊക്കെ ആണെങ്കിലും പെയർ ചെയ്താൽ നല്ല ഭംഗിയായിരിക്കും. അടുത്തതൊരു ചെറിയ നെക്ലേസ് മോഡൽ മാലയാണ്. ഒരു മജന്ത സ്റ്റോൺസ് ഒക്കെ വന്നിട്ടുള്ള ഒരു റൂബി പോലത്തെ ഒരു മാലയാണ്. അത് ഞാനിവിടെ അടുത്തുള്ള ഒരു കടയിൽ നിന്ന് മേടിച്ചാണ്. ഇത് കുറേ ആയി മേടിച്ചിട്ട്. ഇതിൻ്റെ ഒപ്പം ജിമിക്കി ഒന്നുമല്ല, ചെറിയൊരു സ്റ്റഡാണ് പെയർ ചെയ്ത് വരുന്നത്. ഇതിൻ്റെ ഒപ്പം നമുക്ക് നല്ല ജിമിക്കി ഉണ്ടെങ്കിൽ അതും പെയർ ചെയ്താൽ നല്ലതായിരിക്കും. ഞാൻ ജിമിക്കി ഇട്ട് ഈ മാല ഇടാറുണ്ട്. ഈ കമ്മലാണെങ്കിൽ നല്ല ഭംഗിയാണ്. ഈ മാല ഇടുമ്പോൾ നല്ല ഭംഗിയാണ്. നമ്മുടെ കഴുത്ത് ശരിക്കും നിറഞ്ഞു കിടക്കണ പോലെയൊക്കെ ഒരു ഫീലാണ്. അടുത്ത മാല വന്നിട്ട് ട്രഡീഷണൽ അല്ല, ചെറിയൊരു ട്രെൻഡി വൈബുള്ളൊരു മാലയാണ്. നമുക്ക് സെറ്റ് സാരിയുടെ ഒപ്പം തന്നെയല്ല, വേറെ ഏത് ഡ്രസ്സിൻ്റെ ഒപ്പം പോകുന്ന മാലയാണ്. ഇടയിൽ പേളിൻ്റെ മുത്തൊക്കെ വന്നിട്ടുള്ളൊരു നല്ല അടിപൊളി മാലയാണ്. ഞാനിത് അഡോർ ബൈ പ്രിയങ്കയെന്നാണ് മേടിച്ചിട്ടുള്ളത്. എനിക്ക് തോന്നുന്നത് ഇത് അന്നേരം മേടിച്ചപ്പോൾ ഒരു 800 രൂപയോളം വന്നിട്ടുണ്ട്. ഇതിൻ്റെ ഒപ്പം പെയർ ചെയ്ത് വരുന്നത് ചെറിയൊരു പേളിൻ്റെ ഇയറിംഗ് ആണ്. ആ മാലയുടെ ഡിസൈൻ തന്നെയാണ്, നല്ല ഭംഗിയാണ്. രണ്ടുകൂടെ കൂടി ഇട്ട് കഴിയുമ്പോൾ ഞാനൊരു റെഡ് സാരി വെച്ചിട്ട് ഇതൊന്ന് പെയർ ചെയ്തായിരുന്നു, വീഡിയോ ഇട്ടിട്ടുണ്ട്. അപ്പം നമുക്ക് സിംഗിൾ കളർ സാരിയുടെ കൂടെയും സെറ്റ് സാരിയുടെ കൂടെയും ഫ്രോക്ക്, ചുരിദാർ, കുർത്ത ഏതിൻ്റെ കൂടെ ആണെങ്കിലും നല്ല അടിപൊളിയായിട്ട് പെയർ ചെയ്യാൻ പറ്റും. മാല നല്ല ലോങ് മാലയാണ്. അപ്പം നമുക്ക് നെക്ലേസ്, ചോക്കർ അങ്ങനെയൊന്നും ഇടാൻ ഇഷ്ടമല്ലാത്തവർക്ക് നന്നായിട്ട് ചേരുന്നൊരു മാലയാണ്. അവർക്ക് ട്രൈ ചെയ്യാൻ പറ്റും. ഈ മാല നല്ല നീട്ടുള്ളൊരു മാലയാണ്. നമുക്ക് കുറുകിയൊന്നും കിടക്കില്ല. അതുപോലെ നല്ല വെള്ളം മുത്തുവെച്ച 3 ലെയറായിട്ടാണ് ഈ മാല വന്നിരിക്കുന്നത്. നല്ല വലിയ ലോക്കറ്റും അതിൻ്റെ ഒരു ചെറിയ വേർഷനാണ് അതിൻ്റെ ഇയറിംഗ് ആയിട്ട് വന്നിരിക്കുന്നത്. നല്ല അടിപൊളി മാലയാണ്, എനിക്ക് ഇഷ്ടപ്പെട്ടൊരു മാലയാണ്. ഇതെൻ്റെ ആൻറ്റി എനിക്ക് മേടിച്ചെന്ന മാലയാണ്, അതുകൊണ്ട് റേറ്റ് എനിക്കറിയില്ല. പിന്നെ എൻ്റെ അമ്മേനെ പോലുള്ള ഒരു അമ്മമാർക്കൊക്കെ ഈ മാല നന്നായിട്ട് ഇഷ്ടപ്പെടും. അമ്മ നെക്ലേസ് ഒന്നും ഇടില്ല. അപ്പം അതുപോലത്തെ ഉള്ള അമ്മമാർക്കൊക്കെ ഇത് നല്ലൊരു ഓപ്ഷൻ ആയിരിക്കും ഈ മാല. അപ്പം നമുക്ക് ഓണത്തിനും അതുപോലെ ട്രഡീഷണൽ ആയിട്ട് ഏത് അറ്റയർ ഇട്ടാലും സ്റ്റൈൽ ചെയ്യാൻ പറ്റുന്ന കുറച്ച് മാലകൾ ഞാനിവിടെ കാണിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ മാലകളൊക്കെ സെറ്റ് സാരിയുടെ കൂടെയും ധാവണിയുടെ കൂടെയൊക്കെ പെയർ ചെയ്ത് കഴിഞ്ഞാൽ നല്ല ഭംഗിയായിരിക്കും. അപ്പോൾ താല്പര്യമുള്ളവരൊന്ന് മേടിച്ച് നോക്കുക. പിന്നെ നമുക്ക് ലോക്കൽ സ്റ്റോറിൽ നിന്ന് മേടിച്ചാലും മതി, ഇപ്പോൾ എല്ലായിടത്തും കിട്ടൂല എല്ലാ തരം മാലകളും. പിന്നെ ഞാൻ ഇങ്ങനത്തെ വീഡിയോസൊക്കെ ചെയ്ത് പഠിക്കുന്നേ ഉള്ളൂ. അപ്പോൾ എന്തെങ്കിലും തെറ്റുകുറ്റങ്ങളുണ്ടെങ്കിൽ നിങ്ങൾ ക്ഷമിക്കുക. പിന്നെ എന്തെങ്കിലും പോരായ്മ ഉണ്ടെങ്കിൽ നിങ്ങൾക്കത് കമൻറ്റ് ബോക്സിൽ ഇടാം. പിന്നെ ഏത് മാലയാണ് ഏറ്റവും ഇഷ്ടപ്പെട്ടതെന്നുള്ളതും കമൻറ്റ് ബോക്സിൽ ഇടുക. പിന്നെ വീഡിയോ ഇഷ്ടപ്പെട്ട പ്ലീസ് ഡു ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. താങ്ക് യു ഫോർ വാച്ചിങ്.